നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് തീയതികളായപ്പോൾ വെള്ളിയാഴ്ചയെക്കുറിച്ചുള്ള പരാതികളാണ് മുഴങ്ങി കേൾക്കുന്നത്. ഏപ്രിൽ 26 വെള്ളിയാഴ്ചയിലെ പോളിംഗ് തീയതി മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ മുസ്ലിം സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞു. പരാതിയൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലാതെ മുന്നണികൾ മുന്നേറുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുടെ വെടിക്കെട്ടിനാണ് നേതാക്കൾ ഓരോ ദിവസവും തിരികൊളുത്തുന്നത്. ഈ ആവേശക്കാഴ്ചകളുടെ നേർചിത്രവുമായി അങ്കത്തട്ട് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം നമുക്ക് വോട്ട് ചിത്രം. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ കൺവെൻഷനുകളും പരസ്യപ്രചാരണവും കൊഴുക്കുകയാണ്. ഇത്തവണ 20-ൽ 20 UDF ലക്ഷ്യമിടുന്നത്. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് LDF. അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിലാണ് NDA. ആലപ്പുഴ കൂടി കൈപ്പിടിയിലൊതുക്കി 2020-ക്കപ്പുറം മറ്റൊന്നും UDF നേതൃത്വത്തിന്റെ മനസ്സിലില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റ പ്രഹരം മറയ്ക്കുന്നതിനൊപ്പം BJP മോഹങ്ങൾ കൂടി തടയിടുകയാണ് LDFന്റെ മുന്നിലുള്ളത്. അല്ല, മോഡി കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ 10 സീറ്റിലധികം സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു സീറ്റും BJPക്ക് നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള വസ്തുത. അത് മറച്ചു വെച്ചുകൊണ്ടാണ് കള്ളപ്രചാര വേല നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ BJPക്ക് ഒരു സീറ്റും ലഭിക്കുന്നതല്ല. മികച്ച സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. സ്ഥാനാർത്ഥികളെ നോക്കിയിട്ട് മാത്രമല്ലല്ലോ വോട്ട്, നയല്ലേ. പത്തനംതിട്ട സുഖമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ജയിക്കും. കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട മണ്ഡലം LDF. താമര വിരിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന BJP നിലപാട് കൂടി ശക്തമായതോടെ പ്രചരണവും മത്സരവും തീപ്പാറുമെന്നുറപ്പായി. പൗരത്വ ഭേദഗതി നിയമം തന്നെയാണ് ന്യൂനപക്ഷ വോട്ട് നേടാൻ ഇരു മുന്നണികളും ഉന്നയിക്കുന്ന വജ്രായുധം. BJP ആകട്ടെ ഇതിന് ചെവി കൊടുക്കുന്നുമില്ല. മോദി ഗ്യാരണ്ടി കേരളത്തിലും വോട്ടായി മാറുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. BJP സ്ഥാനാർത്ഥി നിർണയം ഇനിയും പൂർത്തിയായിട്ടില്ല. കൊല്ലവും എറണാകുളവും ഒഴിച്ചിട്ടിരിക്കുകയാണ്. പ്രചരണത്തിനായി മുതിർന്ന നേതാക്കളുടെ വൻ നിരയാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ പാളയത്തിൽ പടവുണ്ടെങ്കിലും അത് മറനീക്കി പുറത്തു വന്നിട്ടില്ല. രാഹുൽ ഗാന്ധിക്കൊപ്പം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ കളം നിറയുന്നതോടെ പ്രചരണ പൊടിപാറും. ഭരണനേട്ടങ്ങൾ കരുത്താകുമെന്ന് LDF വാദിക്കുമ്പോൾ ഭരണപരാജയങ്ങൾ എണ്ണിപ്പറയാൻ UDFും തയ്യാറെടുക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. മറ്റ് പാർട്ടികളിൽ നിന്നെത്തുന്നവർക്ക് അമിത പ്രാധാന്യം നൽകുന്നതിനെതിരെ BJPയിൽ പൊട്ടിത്തെറി. കാസർഗോഡ് NDA കൺവെൻഷനിലാണ് മുതിർന്ന BJP നേതാവ് CK പത്മനാഭൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. ഉദ്ഘാടനത്തിന് പത്മജയെ ക്ഷണിച്ചതിലായിരുന്നു പ്രതിഷേധം. NDA കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം പത്മജ വേണുഗോപാലിനെ ഏൽപ്പിച്ചതിലാണ് BJP ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ CK പത്മനാഭൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കാസർഗോഡ് ടൗൺ ഹാളിലെ ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കാൻ സംഘാടകർ വേദിയിലേക്ക് ക്ഷണിച്ചത് പത്മജയായിരുന്നു. പത്മജ നിലവിളക്ക് കൊളുത്തുമ്പോൾ വേദിയിലുണ്ടായിരുന്ന പത്മനാഭൻ ചടങ്ങിന്റെ ഭാഗമാകാൻ കൂട്ടാക്കിയില്ല. മറ്റ് നേതാക്കൾ പത്മജയ്ക്കൊപ്പം ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ പത്മനാഭൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകാതെ അനിഷ്ടം പ്രകടിപ്പിച്ചു. സംഘാടകർ നിലവിളക്ക് കൊളുത്താൻ പത്മനാഭനെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം തയ്യാറായില്ല. പത്മജ വേദിയിലെത്തും മുൻപായിരുന്നു പത്മനാഭന്റെ പ്രസംഗം. ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന, മണ്ഡലം തലത്തിൽ പ്രവർത്തിക്കുന്ന, പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന, അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന, പുറത്തെ ആരാധനത്തിന് വേണ്ടി കഴുത്തു നീട്ടാൻ അവരുടെ ചിത്രം കാണുകയില്ല. അവരുടെ ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടാവുകയില്ല. അവർക്ക് ജയിലിരിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല. പത്മജിയുടെ പ്രസംഗം തീരും മുമ്പ് അദ്ദേഹം വേദി വിടുകയും ചെയ്തു. അതിലൊന്നും അധികം കാലം നിൽക്കാൻ ആർക്കും പറ്റില്ല. പലരും പോലും ജാതി മതമൊന്നും ഇല്ല. കാരണം എന്നെ ബന്ധപ്പെട്ട ചടങ്ങിന്റെ ഉദ്ഘാടകനായി CK പത്മനാഭനെയാണ് ആദ്യം ക്ഷണിച്ചിരുന്നുവെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. UDFനും LDFനും ഇനി ഭാവിയില്ലെന്ന് BJP നേതാവ് പ്രകാശ് ജാവദേക്കർ. ബംഗാളിൽ കോൺഗ്രസിനും CPMനും ഉണ്ടായ അവസ്ഥ കേരളത്തിലും വിദൂരമല്ല. കേരളത്തിൽ BJPക്ക് കുറഞ്ഞത് 5 സീറ്റ് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രകാശ് ജാവദേക്കർ തിരുവനന്തപുരത്ത് പറഞ്ഞു. UDF and LDF have no future. They are parties of the past. They are playing mock fight in Kerala. They are allies, open allies in other states. They are tactical allies in this Kerala. As I have said always,
that at least 5, but we are trying for 10 seats. That CA doesn't take away anybody's citizenship. That's all. Doesn't know why we lay the agenda. We don't respond to other agendas. കേരളത്തിൽ വെള്ളിയാഴ്ച ദിവസം വോട്ടെടുപ്പ് പ്രഖ്യാപിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗും ഇരുവിഭാഗം സമസ്തയും രംഗത്ത്. തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ജിഫ്രി തങ്ങളും ആലിക്കുട്ടി മുസ്ലിയാരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. രാജ്യത്ത് 7 ഘട്ടങ്ങളിലായി നടത്തുന്ന പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിൽ ഏപ്രിൽ 26 വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനെതിരെയാണ് മുസ്ലിം ലീഗും മുസ്ലിം സാമുദായിക സംഘടനകളും രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്ലാം മതവിശ്വാസികൾ പള്ളികളിൽ ഒത്തുചേരുന്ന ജുമുഅ ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ വോട്ടർമാരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരും പോളിംഗ് ഏജന്റുമാരുമായ വിശ്വാസികൾക്ക് അത് അസൌകര്യം സൃഷ്ടിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പോളിംഗിനെ ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്നും സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാരും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇരുവരും ഇമെയിൽ സന്ദേശം അയച്ചു. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃപരിശോധിക്കണമെന്ന് കാന്തപുരം വിഭാഗം സമസ്ത സംഘടനയായ കേരള മുസ്ലിം ജമാഅത്തും ആവശ്യപ്പെട്ടു. ഓൺലൈനായി ചേർന്ന യോഗത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള മുതിർന്ന നേതാക്കൾ സംബന്ധിച്ചു. അതേസമയം മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് കണക്കിലെടുത്ത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതി മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടത്തുന്നതിൽ വിവിധ സംഘടനകൾ അറിയിച്ച ബുദ്ധിമുട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ. വോട്ടെടുപ്പ് തീയതി സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുമായി ചർച്ച നടന്നിട്ടില്ലെന്നും V. അബ്ദുറഹ്മാൻ മലപ്പുറത്ത് പറഞ്ഞു. എല്ലാ ദിവസവും ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്ന് ആരും കേരളത്തിലെ ഗവൺമെൻറ് പൊതുവായി കേരളത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ ഇലക്ഷൻ കമ്മിഷൻ ഉദ്യോഗസ്ഥന്മാർ അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അത് കേരള ഗവൺമെൻറ്റുമായി ഒരിക്കലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായാലും ഒരു ചർച്ചയും നടക്കാറില്ല. ഇതെല്ലാവർക്കും അറിയാം. ഇത് പെട്രോളിന് വില കൂട്ടിയ കാര്യം പോലത്തെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഏതെങ്കിലും കാലത്ത് അതായത് സംസ്ഥാന സർക്കാർ കേന്ദ്ര പാർലമെൻറ്റ് ഇലക്ഷനുമായി ചർച്ച നടത്തും. എന്താ അറിയില്ല. പല ഭാഗങ്ങളിലും വെള്ളിയാഴ്ച മറ്റൊരു ദിവസം 8 മണിക്കൂറോളം പോളിംഗ് തടസ്സപ്പെടാനുള്ള സാധ്യതകളുണ്ടാവും. അവസാനിപ്പിച്ച് ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ. മൂന്നാറിൽ LDF ദേവികുളം നിയോജകമണ്ഡലം കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തു. മുതിർന്ന നേതാക്കൾ S. രാജേന്ദ്രനുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ BJPയിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് LDF യോഗത്തിൽ പങ്കെടുത്തത്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് രാജേന്ദ്രൻ തിരികെ എത്തിയത്. തെരഞ്ഞെടുപ്പ് സമയത്ത് CPM എന്നല്ല മുന്നണിയാണ് ഉള്ളതെന്നും ജോയ്സിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും രാജേന്ദ്രൻ പ്രതികരിച്ചു. മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലവിലുള്ളത് ഉണ്ടാകും. അത് അതേപടി നിൽക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ട് എവിടെയെങ്കിലും പോയതായിട്ട് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞത് പാർട്ടിയുമായിട്ടുള്ള ഒരു അകൽച്ച. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് ഈ അവസരത്തിൽ പാർട്ടിക്ക് സമയം ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം കണക്കിലാക്കി അത് നമ്മൾ മനസ്സിലാക്കണം. സമയങ്ങൾ ഉണ്ടായിരുന്നു, പാർട്ടി അത് ഉപയോഗിച്ചില്ല എന്നും എനിക്കുണ്ട്. പക്ഷേ എങ്കിലും അത് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു അവസരമല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോയിട്ടില്ലെന്ന് M. M. മണിയും പ്രതികരിച്ചു. മറക്കാനും പൊറുക്കാനും പറ്റാത്ത പ്രശ്നങ്ങളില്ല. രാജേന്ദ്രനുമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശി പറഞ്ഞു. ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഗൗരവമേറിയ ഒരു ആക്ഷേപമോ ഇതൊന്നും രാജേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മെഷീനല്ലല്ലോ, മനുഷ്യനല്ലേ പ്രവർത്തിക്കുന്നത്. പോരാഴികയൊക്കെ ഉണ്ടാവും, അതുണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല.
ആ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊന്നും രാജേന്ദ്രൻ എന്നെ പറ്റി യാതൊരു ആക്ഷേപവുമില്ല. അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി നന്നായി ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒന്നിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള മൗലികമായ വിഷയങ്ങളൊന്നും ഇതുവരെ രാജേന്ദ്രൻ ഉന്നയിച്ചിട്ടില്ല. രാജേന്ദ്രനെ പറ്റി ഞാനൊരു അക്ഷരം പോലും പറഞ്ഞിട്ടുമില്ല. അടുക്കാൻ വയ്യാത്ത അകലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പോഴും ഇല്ല. 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്തെ എ രാജയുടെ പ്രചാരണത്തിൽ വീഴ്ചയുണ്ടായെന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നായിരുന്നു രാജേന്ദ്രനെതിരെ നടപടി ഉണ്ടായത്. വീഴ്ച ഉണ്ടെന്നത് ആരോപണം മാത്രമാണെന്ന് കാണിച്ച് രാജേന്ദ്രൻ കത്ത് നൽകിയെങ്കിലും നടപടി പിൻവലിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് രാജേന്ദ്രൻ സജീവമാകുന്നത് ദേവികുളം മണ്ഡലത്തിൽ കരുത്താകുമെന്നാണ് ഇടത് പ്രതീക്ഷ. അതേസമയം അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചില്ലെന്ന് തന്നെയാണ് രാജേന്ദ്രന്റെ പ്രതികരണം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ചാലക്കുടിയിൽ LDF കൺവെൻഷനിൽ പങ്കെടുക്കാത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭീഷണി. പരിയാരം പഞ്ചായത്തിലെ തൊഴിലാളികളെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ പേരിൽ ചുമതലക്കാരി താര ഭീഷണിപ്പെടുത്തിയത്. അതേസമയം തൊഴിലുറപ്പ് മേറ്റായ താരയെ തള്ളി പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തി. LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് ചുമതലക്കാരി താര രവി വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ ഭൂരിഭാഗം തൊഴിലാളികളും ഇതിൽ പങ്കെടുത്തില്ല. ഇതോടെ പ്രകോപിതയായ താര തൊഴിലാളികളെ അസഭ്യം പറയുകയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് 100 പണി ഞാൻ മേടിച്ചു തന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 100 പണി നവംബർ ആകുമ്പോഴേക്കും ഒക്കെ കയറി പോയില്ലേ, ഡിസംബർ ആകുമ്പോഴേക്കും ഇന്നത്തെ വർഷം നിങ്ങൾ എങ്ങനെ കയറാൻ നിൽക്കുമെന്ന് അറിയണം. പണി ഉണ്ടെന്ന് പറഞ്ഞ് ഗ്രൂപ്പിലിട്ട് നിങ്ങൾ പിറ്റേ ദിവസം എത്തുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തോ. നിങ്ങളോട് ഇയാൾക്ക് വോട്ട് ചെയ്യാനല്ല ഞാൻ വരാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു നിങ്ങൾക്ക് വേണ്ടി തൊഴിലുറപ്പിന്റെ ഈ പണി സിസ്റ്റം മാറ്റാനും ഇതിനും വേണ്ടി കഷ്ടപ്പെട്ട് നടക്കണ ഈ മെമ്പർമാരും ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഇവരും പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ഗ്രൂപ്പിലിടുന്നത്. നിങ്ങൾക്ക് വേണ്ടിയല്ല അവര് ഈ ഓടി നടക്കുന്നത്. ഇനി ഞാൻ രാധാകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടത്തിനും പോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മണ്ണും പുറത്തുള്ളവർക്കും ഇവർക്കും വേണ്ടി പൊക്കോ, ഈ എളാപ്പുള്ളി കവലേക്ക് ഉള്ളവർക്കും ഈ ക്ലബിന്റെ അവിടെ ഉള്ളവർക്കും വേണ്ടിയിട്ട് നീ ഒരു കൂട്ടം ചെയ്യാൻ പോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. 100 തൊഴിൽ ദിനം തന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണെന്നും പരിപാടിയിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ഈ വർഷം തൊഴിൽ നൽകില്ലെന്നുമാണ് ഭീഷണി. മറ്റു വാർഡുകളിലുള്ളവർക്ക് പകരം തൊഴിൽ നൽകാൻ നിർദ്ദേശിച്ചതായും താര പറയുന്നു. എന്നാൽ താരയുടെ ശബ്ദ സന്ദേശം സ്ഥിരീകരിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭീഷണി സന്ദേശം തള്ളി. തങ്ങളുടെ നിർദ്ദേശപ്രകാരമല്ല താര ഭീഷണിപ്പെടുത്തിയത്, അതിൽ ഉത്തരവാദിത്തമില്ലെന്നും പരിപാടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ പങ്കെടുപ്പിക്കുന്നതിനുള്ള അറിയിപ്പ് നൽകാൻ മാത്രമാണ് താരയെ ചുമതലപ്പെടുത്തിയതെന്നും പഞ്ചായത്ത് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത. പള്ളികളിൽ ഇത് സംബന്ധിച്ച് സർക്കുലർ വായിച്ചു. രാജ്യത്ത് ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്നും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നും സർക്കുലറിൽ പറയുന്നു. മാർച്ച് 22-ന് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്നാണ് ആഹ്വാനം. ഇതറിയിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ ഇന്ന് സർക്കുലർ വായിച്ചത്. ന്യൂനപക്ഷ സമൂഹം രാജ്യത്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാണ് ജീവിക്കുന്നതെന്നും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നെന്നും സർക്കുലറിൽ പറയുന്നു. കൂടാതെ മതധ്രുവീകരണം രാജ്യത്തിലെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്നതായും മൗലിക അവകാശങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും ഹനിക്കപ്പെടുകയാണെന്നും സർക്കുലറിൽ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഈ മാസം 22-ന് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്നാണ് ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ ആഹ്വാനം. അതേസമയം രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന തൊട്ടടുത്ത ദിവസമാണ് സർക്കുലർ വായിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. അടിമാലി മച്ചിപ്ലാവിലെ ലൈഫ് പാർപ്പിട സമുച്ചയത്തിൽ താമസക്കാരായ കുടുംബങ്ങൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണത്തിനൊരുങ്ങുന്നു. കാലങ്ങളായി തുടരുന്ന പാർപ്പിട സമുച്ചയത്തിലെ ശോചനീയാവസ്ഥ പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിമാലി മച്ചിപ്ലാവിൽ പണി കഴിപ്പിച്ചിട്ടുള്ള പാർപ്പിട സമുച്ചയത്തിൽ പരാധീനതകൾ നിരവധിയാണ്. മലിനജല സംസ്കരണം ഉൾപ്പെടെ പരിഹാരം കാണേണ്ടുന്ന പ്രശ്നങ്ങൾ നിരവധിയുണ്ടെന്ന് കുടുംബങ്ങൾ പറയുന്നു. നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പരാതികൾ സമർപ്പിച്ചിട്ടും പ്രശ്നപരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണത്തിന് കുടുംബങ്ങൾ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ ഫ്ളാറ്റ് നിവാസികൾ എല്ലാവരും ചേർന്ന് എല്ലാവർക്കും വോട്ട് നിഷ്കരിക്കുകയാണ് ഞങ്ങൾ. കാരണം ബഹിഷ്കരിച്ച് ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യാൻ തയ്യാറല്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളുടെ ഈ ഫ്ളാറ്റിലേക്ക് വോട്ട് ചോദിക്കാനായിട്ടോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളും ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് ഞങ്ങൾ കടത്തിവിടുന്നതായിരിക്കില്ല. പാർപ്പിട സമുച്ചയത്തിൽ താമസക്കാരായുള്ള 80-ലധികം കുടുംബങ്ങൾ ചേർന്നാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ജീവിതം ദുസ്സഹമാക്കുന്ന തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ വോട്ട് തേടി മുന്നണികളാരും പാർപ്പിട സമുച്ചയത്തിലേക്ക് എത്തണ്ടെന്നാണ് കുടുംബങ്ങളുടെ നിലപാട്. പക്ഷേ ഞങ്ങളുടെ ഈ പരിഹാരത്തിന് തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ ആരും വോട്ട് ചെയ്യില്ല. അതിനാ വോട്ടുകാരും ഇങ്ങോട്ട് പോരണ്ട.
വോട്ട് ബഹിഷ്കരണം ചൂണ്ടിക്കാട്ടി കുടുംബങ്ങൾ പാർപ്പിട സമുച്ചയത്തിന് മുമ്പിൽ ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞു. പാർപ്പിട സമുച്ചയത്തിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുക, മലിനജല സംസ്കരണം കുറ്റമറ്റതാക്കുക, ഖരമാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക, പാർപ്പിട സമുച്ചയ കോമ്പൗണ്ടിനുള്ളിലെ ദുർഗന്ധം ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് കുടുംബങ്ങൾ പ്രധാനമായി മുമ്പോട്ട് വയ്ക്കുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തലവേദനയായി ചിന്നക്കനാലിൽ അരിക്കൊമ്പന്റെ സ്ഥാനം പിടിക്കാൻ ചക്കക്കൊമ്പൻ. പ്രചാരണവുമായി സ്ഥാനാർത്ഥികൾ ചിന്നക്കനാലിൽ എത്തുമ്പോൾ മുഖ്യ പരാതിയായി നാട്ടുകാർ ഉയർത്തിക്കാണിക്കുന്നത് ഇപ്പോൾ ചക്കക്കൊമ്പൻ വിഷയമാണ്. അരി ഭക്ഷിക്കുവാനായി അരിക്കൊമ്പൻ നിരന്തരമായി ആക്രമണം നടത്തിവരുന്ന മേഖലകളിലെല്ലാം ഇപ്പോൾ ചക്കക്കൊമ്പൻ രംഗപ്രവേശനം നടത്തുകയാണ്. അരിക്കൊമ്പൻ 12 പ്രാവശ്യം തുടർച്ചയായി തകർത്ത പന്നിയാറിലെ റേഷൻ കട തകർത്തുകൊണ്ടാണ് ചക്കക്കൊമ്പൻ ഇത്തവണ രംഗപ്രവേശനം ചെയ്തത്. അരിക്കൊമ്പനെ മാറ്റിയ ശേഷം വൈദ്യുത ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചുകൊണ്ട് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച റേഷൻ കടയാണ് കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ തകർത്തത്. ഇതിനുശേഷം 301 കോളനിയിലെ വീട് തകർത്ത് ഭക്ഷ്യസാധനങ്ങൾ ആന അകത്താക്കി. അരിക്കൊമ്പനെ മേഖലയിൽ നിന്നും മാറ്റുന്ന സമയത്ത് ചക്കക്കൊമ്പനും മുറിവാലിനും റേഡിയോ കോളർ ഘടിപ്പിക്കുമെന്നും ആന ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചതാണ്. എന്നാൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണവുമായി എത്തുന്ന രാഷ്ട്രീയ പാർട്ടികളോട് ഇവർക്ക് പറയാൻ ഈ പരാതി മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ സമയത്ത് എത്തുന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാറില്ലെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളുടെ വോട്ടിന് മാത്രം രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ കയറി വരും. എന്തുകൊണ്ടാണ് നമ്മളെ മാത്രം ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നതാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്. ഞങ്ങൾ ഇന്ന് പണിക്ക് പോകേണ്ടതാണ്. അതിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ ഇരിക്കുക. ഇതുപോലെ ആന ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആന തൊട്ടടുത്ത് താഴെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എങ്ങനെ ഞങ്ങൾ ജീവിക്കും? തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുവാനാണ് ചിന്നക്കനാൽ നിവാസികൾ തീരുമാനിച്ചിട്ടുള്ളത്. അടിയന്തരമായി ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ വലിയ വാഗ്ദാനങ്ങൾ നൽകാറുണ്ടെങ്കിലും അധികാരത്തിൽ കയറിയാൽ അതൊന്നും പ്രാവർത്തികമാക്കാറില്ല എന്നാണ് കൊച്ചി പുതുവൈപ്പിൻ സ്വദേശിയായ ഫിലോമിന അമ്മയുടെ അഭിപ്രായം. നിഷ്കളങ്കമായ ഭാഷയിലാണ് ഈ അമ്മ തന്റെ രോഷം പ്രകടിപ്പിക്കുന്നത്. എല്ലാവരും കയറി കസേരമ കയറി കഴിയുമ്പോണ്ടല്ല തൻ്റെ പോക്കറ്റ് എങ്ങനെ വീർക്കണം, എൻ്റെ പോക്കറ്റ് എങ്ങനെ വീർക്കണമെന്നും പറഞ്ഞ് ഇടിയും കുത്തും നടക്കണത്. അപ്പോൾ ജയിക്കണേക്കുമ്പ് വോട്ടിന് വന്നേക്കുമ്പോൾ എന്തെന്നാണ് പറയുന്നറിയാമോ? ഞങ്ങൾ 1 രൂപയുടെ അരി 10 പൈസക്ക് തന്നേക്കാം. 200 രൂപയുള്ള പെൻഷൻ 500 രൂപയ്ക്ക് തന്നേക്കാം. ഒരു ചാക്ക് അങ്ങനെ തന്നെ ഇങ്ങോട്ട് മറിച്ചേക്കാം, മറ്റൊടത്തോട്ട് മറിച്ചേക്കാം. ഒരു മറിക്കലും ഉണ്ടാവില്ല. ജയിച്ച അവർ കസേരമേക്കർ കഴിയുമ്പോണ്ടല്ല അവർ പിന്നെ അയ്യോ നിങ്ങൾ ഏതാണ് ഞങ്ങൾ അറിയില്ലല്ലോ എന്ന് പറയും. എന്നാൽ ജയിച്ചു കഴിഞ്ഞാൽ വല്ലതുണ്ടാ, അപ്പോൾ ഉള്ളതും കൂടിയില്ല. അപ്പോൾ അവർ കടത്തിന് മുങ്ങിപ്പോയി. പിന്നെ ആരിക്കിട്ടാൻ ജയിക്കാൻ നേരം ഇപ്പോൾ വരും എല്ലാവരും. വോട്ടിന് നേരമാകുമ്പോൾ അത് തരാം, ഇത് തരാം, ആന തരാം, ചേന തരാം, മറ്റു തരാമെന്ന് പറയും. ചെയ്ത് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ഉണ്ടാവില്ല. ഇനി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വിശേഷങ്ങളുമായി ഇതാ ഈ വാഹനത്തിന് പിന്നാലെ. പൗരത്വ നിയമത്തിനെതിരെ രാജ്യത്ത് ഏറ്റവും അധികം പ്രക്ഷോഭം നടത്തിയത് കോൺഗ്രസ് ആണെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ. എന്നാൽ മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെ തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത്. വോട്ട് കിട്ടാനുള്ള CPMന്റെ അടവ് നയമാണ് ഈ പ്രചാരണം. ഈ അടവ് നയം ന്യൂനപക്ഷത്തിന് മുന്നിൽ വിലപ്പോകില്ലെന്നും MK രാഘവൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കനത്ത ചൂടാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ചൂട് വർദ്ധിക്കുകയാണ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുകയാണ്. പ്രധാനമായും ഈ പൗരത്വ ഭേദഗതി നിയമമൊക്കെ പറഞ്ഞാണ് തങ്ങളുടെ പ്രചരണം. പ്രത്യേകിച്ച് അതിനെ CPM ഉൾപ്പെടെയുള്ള കക്ഷികൾ കോൺഗ്രസിന് എതിരായ ആയുധമാക്കി മാറ്റുന്നുണ്ട്. ഈ പൗരത്വ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ദേശീയ തലത്തിലും സഭക്കകത്ത് ലോക്സഭയിലും ഏറ്റവും പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. സഭക്കകത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആകെ 3 പേരേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ, ആരിഫ് മാത്രമേ ഉള്ളൂ. അവിടെ അമിത്ഷാ പ്രസംഗം ആരംഭിച്ച മുതൽ, ബില്ല് അവതരിപ്പിക്കാൻ തുടങ്ങിയ സമയം മുതൽ നിരന്തരമായി ബഹളമുണ്ടാക്കിയവർ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആലോചിക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എങ്ങനെ ഇത് പറഞ്ഞു എനിക്കറിയില്ല. മുഖ്യമന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് റോളാണ് അതിലുള്ളത്? മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് പിടിക്കാനുള്ള മാർഗമായി സ്വീകരിക്കുന്നല്ലാതെ വേറെ എന്ത് വർക്ക് ചെയ്യാൻ പറ്റും? അത് ഒരിക്കലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ, മതന്യൂനപക്ഷങ്ങളുടെ മുമ്പിൽ വിലപ്പോകുന്ന കാര്യമല്ല. അവർക്ക് കൃത്യമായി എല്ലാം അറിയാം. ദേശീയ രാഷ്ട്രീയത്തിൽ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നവരാരാണെന്ന് അവർക്കറിയാം. അത് കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഇതൊക്കെ ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായി കാണേണ്ടി വരും, വോട്ട് പിടിക്കാൻ വേണ്ടി. വേറൊന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ ചൂട് വർദ്ധിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയുണ്ട്? അല്ല, തെരഞ്ഞെടുപ്പ് ചൂടും വന്നു, വെയിലിൻ്റെ ചൂടും കൂടി. രണ്ടിനും നേരിട്ടുകൊണ്ട് പോവാണ്. ഈ രണ്ട് ചൂടിലും ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 26 വെള്ളിയാഴ്ചയാണ്. അതിനെതിരെ മുസ്ലിം സംഘടനകൾ, പ്രത്യേകിച്ച് സമസ്തയും മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വന്നു. വെള്ളിയാഴ്ച എന്നുള്ളത് മാറ്റണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. താങ്കളുടെ ഒരു ആവശ്യം? അല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണം. കാരണം ഒരു മതത്തിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. അത് കേരളത്തിലെ മുസ്ലിം സംഘങ്ങൾ ആവശ്യപ്പെട്ട ന്യായമായ കാര്യമാണ്. അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ ഏപ്രിൽ 26 വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന മുസ്ലിം സംഘടനകളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണം. ഒപ്പം പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച കാര്യത്തിൽ CPM ഇപ്പോൾ വോട്ടിന് വേണ്ടിയുള്ള അടവ് നയമാണ് സ്വീകരിക്കുന്നതെന്നും MK രാഘവൻ പറയുന്നു. ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് വി മുരളീധരൻ. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ BJP വിജയിക്കും. സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തുകാട്ടിയാണ് പ്രചാരണമെന്നും മുരളീധരൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മൊത്തത്തിൽ മണ്ഡലത്തിലെ പ്രവർത്തനം എങ്ങനെ കാണുന്നു? വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളും ബാക്കി തയ്യാറെടുപ്പുകളും ഒക്കെ ആസൂത്രിതമായിട്ട് തന്നെ നീങ്ങുന്നുണ്ട്. പൊതുവെ മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണോ? തീർച്ചയായിട്ടും വാഗ്ദാനങ്ങൾ പാലിച്ച ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടും എന്ന ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം ജനങ്ങൾക്ക് പകർന്നു നൽകുക എന്നുള്ളതായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ BJP അനുവർത്തിക്കുന്ന സമീപനം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സീറ്റ് നേടാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഈ വർഷം നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും ഭരണത്തിൽ വരുന്നു എന്നുള്ളത് രാജ്യം മുഴുവൻ അംഗീകരിച്ചു. ചരിത്രത്തിന്റെ താളുകളിൽ നിറം മങ്ങാതെ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് സംഭവങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണിനി. കാണാം ചരിത്ര സ്പന്ദനം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സവിശേഷമായ ഒരേടാണ് 1991 തെരഞ്ഞെടുപ്പ്. കാലാവധി പൂർത്തിയാകും മുൻപ് നിയമസഭ പിരിച്ചുവിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം ജനവിധി നേരിട്ട LDFന് വൻ തിരിച്ചടിയേറ്റു. 1987 സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നത് EK നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ. ഒരു വർഷം കൂടി കാലാവധിയുള്ളപ്പോൾ 91 നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനായിരുന്നു ഇടതു തീരുമാനം. ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയത്തിന്റെ ആത്മവിശ്വാസമായിരുന്നു അടിസ്ഥാനം. മലപ്പുറം ഒഴികെ 13 ജില്ലാ കൗൺസിലുകളും നേടിയത് നേതാക്കളെ ആവേശഭരിതരാക്കി. പക്ഷേ LDFന്റെ കണക്കുകൂട്ടലുകൾ പാടെ തെറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നതിന്റെ പിറ്റേ ദിവസം 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTT സ്ഫോടനത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. പൊതുതെരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു ആ സംഭവം. ലോക്സഭയിൽ 232 സീറ്റുകൾ നേടി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. കേരളത്തിലും UDF തരംഗം. LDFന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്ത് നിയമസഭയിലേക്കും കേരളം UDFന് അനുകൂലമായി വിധിയെഴുതി. K കരുണാകരൻ മുഖ്യമന്ത്രിയുമായി. രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗം UDFന് തുണയായി എന്നായിരുന്നു LDF വിലയിരുത്തൽ. എന്നാൽ കേരളത്തിലെ വോട്ടർമാരുടെ വിധിയെഴുത്തിന്റെ പാറ്റേൺ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്തമാണെന്ന് ഈ ഫലം അടിവരയിട്ടു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തെ പഞ്ച് ഡയലോഗുകളിലേക്ക്. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം തള്ളുകയാണ് LDF കൺവീനർ EP ജയരാജൻ.
ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ ആ ബിസിനസ് സതീശന് നൽകാൻ തയ്യാറാണ്. രാജീവ് ചന്ദ്രശേഖറുമായി ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ലെന്നും ജയരാജൻ പറയുന്നു. രാജീവ് ചന്ദ്രശേഖരുമായി ഇ പി ജയരാജന് ബിസിനസ് ഇടപാടാണ്. ആദ്യം വി ഡി സതീശൻ മനസ്സിലാക്കേണ്ടത് വി ഡി സതീശനെ പോലെ ഒരു ബിസിനസ്മാൻ അല്ല. ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി എന്തിനാ എന്നെ ബന്ധിപ്പിച്ചത്? എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ വി ഡി സതീശന് സൗജന്യമായി കൊടുക്കുന്നു. എന്നാൽ വി ഡി സതീശൻ വിടാൻ ഭാവമില്ല. ഇ പി ജയരാജന് രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് പങ്കാളിത്തമുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വൈദേകം റിസോർട്ടിൽ ഇഡിയും ആദായ നികുതി വകുപ്പും പരിശോധന നടത്തിയപ്പോൾ അത് ഒത്തുതീർക്കാനാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിക്ക് വിട്ടുകൊടുത്തത്. ഇതിന് തെളിവുകളുണ്ട്. തനിക്കും ഭാര്യയ്ക്കും ഇ പിയുടെ സ്വത്തുക്കൾ ആവശ്യമില്ലെന്നും വി ഡി സതീശൻ പറയുന്നു. വൈദേകം റിസോർട്ട് അദ്ദേഹത്തിൻ്റെതാണ് എല്ലാവർക്കും അറിയാം. അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുകയും ഇ ഡി അന്വേഷണം നടത്തുക അറിയാം. അപ്പോൾ ബുദ്ധിമാനായ ജയരാജൻ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് BJP-കാരനായ കേന്ദ്രമന്ത്രിയായിട്ട് അതിനെ നടത്തി മുഴുവൻ വിട്ടുകൊടുത്തു. അത് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എന്തിനാണ് ഈ നിരന്മയ റിസോർട്ടിൻ്റെ CEO അടക്കമുള്ള മിസ്റ്റർ മെച്ചാഡോ അടക്കമുള്ള ആളുകൾ തമ്മിൽ ഒരുമിച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിലൊക്കെ വാർത്ത കൊടുത്ത് ഇത് തമ്മിൽ മാനേജ്മെന്റ് കോൺട്രാക്ട് ഒപ്പിട്ടെന്ന് ഞാൻ തരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോ തരാം. ഇതോടെ അങ്കത്തട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.